Hi, welcome back to PIC Talkies. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഭൂതത്തിനെ പരിചയപ്പെട്ടു. PIC അഥവാ പെരിഫറൽ ഇന്റർഫേസ് കൺട്രോളർ എന്നറിയപ്പെടുന്ന ഒരു ന്യൂജൻ ഭൂതം. വരാനിരിക്കുന്ന യുഗത്തിൽ റോബോട്ടുകളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആയിത്തീരാൻ സാധ്യതയുള്ള ഒരു മഹാമാന്ത്രികൻ. എന്നാൽ ഇന്ന് ഈ യുഗത്തിൽ തന്നെ ആ ഭൂതം ഇറങ്ങിയിരിക്കുകയാണ്, കയ്യിലൊരു തോക്കുമായിട്ട്. ആരെയും കൊല്ലാനൊന്നുമല്ല, പക്ഷെ ഒരു യുദ്ധത്തിന് തന്നെയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് നമ്മളെല്ലാവരും, നമ്മളെ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാനുള്ള ഒരു വലിയ യുദ്ധത്തിൽ തൻ്റെതായിട്ടുള്ളൊരു വലിയ റോള്, വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ട് ആ ഭൂതം ഇറങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അല്ലെ, എവിടെ നോക്കിയാലും ആ തോക്കാണ്. ഏതാ തോക്ക്? തെർമൽ ഗൺ എന്നറിയപ്പെടുന്ന ഇൻഫ്രാറെഡ് തെർമൽ സ്കാനർ അഥവാ തെർമോമീറ്റർ. എങ്ങനെയാണ് പിക്ക് ഈ യുദ്ധത്തിൽ തൻ്റെ തോക്ക് ഉപയോഗിക്കുന്നത്? നമുക്കതിനെ എത്രത്തോളം വിശ്വസിക്കും? തോക്ക് മാത്രമാണോ ഈ ഭൂതത്തിന്റെ കയ്യിലുള്ളത്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് ഈ ഭൂതത്തിന്റെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് ഒന്നുകൂടെ കടന്നു ചെല്ലണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചില സൂചനകളൊക്കെ കിട്ടി, ഒരു പരിചയപ്പെടൽ നടത്തി അല്ലെ? അതുപോലെ കുറച്ചുകൂടെ വിശദമായിട്ട്. അപ്പൊ നമുക്ക് പിക് മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചറിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, മുഴുവൻ എല്ലാ ആർക്കിടെക്ചറിന്റെ എല്ലാ വിശദാംശങ്ങളും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല, അതിന് നമ്മൾ ഇവിടെ മുതിരുന്നുമില്ല. പക്ഷെ അതിനകത്തുള്ള മെയിൻ ഫങ്ഷണൽ ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, പ്രധാന ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, അതിലേക്കൊരു ഒന്ന് നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു മോഡലായിട്ട് എടുത്തിരിക്കുന്ന പിക്കിന്റെ ഫാമിലിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ചില്ലറ ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു ഫാമിലിയാണ്. അവിടെ PIC 877A എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ആർക്കിടെക്ചറിലേക്ക് ഒന്ന് കടന്നു ചെന്ന് നോക്കാം. ഇതാണ് പിക്കിന്റെ ആർക്കിടെക്ചർ, ഇന്റർണൽ ആർക്കിടെക്ചർ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് CPU തന്നെയാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. അതാ CPU-നോട് തൊട്ട് രണ്ട് കാര്യങ്ങൾ നിൽക്കുന്നത് കാണാം, രണ്ട് ഫങ്ഷണൽ ബ്ലോക്കുകൾ കാണാം. CPU-ന്റെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഡാറ്റയെ, ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ കമ്പ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് CPU ആണ്. അവിടെ CPU-യുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് ഫങ്ഷണൽ ബ്ലോക്കുകളാണ്, ഒന്ന് WDT-യും മറ്റൊന്ന് ഇന്ററപ്റ്റ്സ്. WDT നമ്മൾ പറഞ്ഞതാണ്, വാച്ച് ഡോഗ് ടൈമർ. CPU-ൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിംഗ്, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല പോകുന്നതെങ്കിൽ WDT ഉടൻ ഇടപെടും. ആൻഡ് ഇറ്റ് വിൽ റീസെറ്റ് ദി CPU ടു റിപ്പീറ്റ് ദാറ്റ് സൈക്കിൾ. വീണ്ടും ആദ്യം ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കറക്റ്റീവ് മെക്കാനിസം, WDT. ദെൻ ഇന്ററപ്റ്റ്സ്. 14ഓളം സോഴ്സുകളിൽ നിന്ന് ഇന്ററപ്റ്റ് സ്വീകരിക്കാനുള്ള കഴിവ് പിക്കിനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് പുറത്ത് നടക്കുന്ന ഈവൻസിനോട് ഇടപെടാൻ, അതിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ, പിക്കിലേക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ വരുന്നതും ആ ഡാറ്റ പിക്ക് പ്രോസസ് ചെയ്യുന്നതും ഈ ഇന്ററപ്റ്റുകളിൽ കൂടെയാണ്. മെയിൻ ഫംഗ്ഷനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ചില പുറമേ നിന്നുള്ള ചില ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ അല്ലെങ്കിൽ ചില സിഗ്നലുകൾ എന്ന് പറയാം. അത്തരത്തിലുള്ള ഇന്ററപ്റ്റുകൾ നേരിട്ട് CPU-ലേക്ക് കോണ്ടാക്ട് ഉണ്ട്, നമുക്ക് കാണാതെ. മറ്റൊന്ന് വരുന്നത് CPU-ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് വരുന്നത് പ്രോസസ്സർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് മെമ്മറി തന്നെയാണ്. നമ്മൾ മെമ്മറി ആർക്കിടെക്ചറിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ രണ്ട് വശങ്ങളാണ് ഉള്ളത് മെമ്മറിക്ക്. പ്രോഗ്രാം മെമ്മറി പറഞ്ഞു, ഫ്ലാഷ് ആണ്. 8K 14 ബിറ്റ് ലെങ്ത് ഉള്ള 8K വേർഡ്സ് ഒരുമിച്ച് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഫ്ലാഷ് മെമ്മറിയാണുള്ളത്. ദെൻ ഡാറ്റ മെമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
രണ്ടായിട്ടാണ് ഡാറ്റ മെമ്മറി. ഒന്ന് റാം, 8 ബിറ്റിന്റെ 368 വേർഡ്സ് സേവ് ചെയ്യാവുന്ന റാമും, അതുപോലെ തന്നെ മറ്റൊന്ന് ഡബിൾ EEPROM ആണ്. 8 ബിറ്റിന്റെ തന്നെ ഏകദേശം 268 വേർഡ്സ് സേവ് ചെയ്യാവുന്ന ഡബിൾ EEPROM. ഇത് രണ്ടുമാണ് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി ഒന്നുള്ളത്, അപ്പോ പ്രോസസ്സറിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കുന്ന മെമ്മറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി അതിലേക്ക് വേണ്ട ഡാറ്റ വരണം. ഡാറ്റ സ്വീകരിക്കുന്നതിന് പിക്കിന് 2 സോഴ്സുകളുണ്ട്. ഒന്ന് IO പോർട്ടുകളുണ്ട്, നമുക്ക് കാണാം ABCDE എന്ന് പറയുന്ന 5 IO പോർട്ടുകളുണ്ട്. മറ്റൊന്ന് സീരിയൽ പോർട്ടാണ്. എന്താ സീരിയൽ പോർട്ടിന്റെ പ്രത്യേകത? സീരിയൽ പോർട്ട് തന്നെ നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാണാം, USART, SPI, I2C. ഇതൊക്കെ ചില പ്രോട്ടോകോളുകളാണ്. എന്താ പ്രോട്ടോകോൾ? ചില നിയമ സംഹിതകൾ, ചില നിർദ്ദേശങ്ങൾ, ചില പ്രത്യേക ചട്ടവട്ടങ്ങൾ, ഡാറ്റ സ്വീകരിക്കാനും കൈമാറാനുള്ള ചില ക്രമങ്ങളാണ്. ഇവിടെ സീരിയൽ പോർട്ടുകളുടെ പ്രത്യേകത വളരെ സ്പീഡി ആയിട്ട്, ഷോർട്ട് ഡിസ്റ്റൻസിൽ വളരെ സ്പീഡി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡാറ്റയുടെ കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ സീരിയൽ പോർട്ടിലൂടെ കഴിയും. അത്തരത്തിലൊരു ഇതാണ് നമ്മുടെ SPI, സീരിയൽ പെരിഫറൽ ഇന്റർഫേസ് എന്ന് പറയുന്ന SPI പ്രോട്ടോകോൾ. SPI പ്രോട്ടോകോൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് USB അല്ലെങ്കിൽ SD കാർഡ്, ഇപ്പൊ പറഞ്ഞ നേരത്തെ നമ്മൾ പറയാൻ പോകുന്ന സെൻസറുകൾ, ഇതിൽ നിന്നൊക്കെ ഡാറ്റ, മൈക്രോ കൺട്രോളർ അതിൽ നിന്ന് ഡാറ്റ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സീരിയൽ പോർട്ടുകൾ ഉപയോഗിക്കണം. മറ്റൊന്ന് IO പോർട്ടുകളുണ്ട്, ABCD എന്ന് പറയുന്നത്. പോർട്ടുകൾ ഏതായിക്കോട്ടെ, ഡാറ്റയുടെ കൊടുക്കലും വാങ്ങലും. ഒന്നുകൂടി ഡാറ്റയെ അകത്തേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഡാറ്റയെ പുറത്തേക്ക് കൊടുക്കണം. പോർട്ടുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പിക്കിന്റെ പ്രത്യേകത പവർഫുൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് കറണ്ട്, 25 mA എന്ന പവർഫുൾ ഡ്രൈവിംഗ് കറണ്ട് പോർട്ടുകളിൽ നിന്ന് വാങ്ങാൻ കഴിയും. ഇനി ഈ പോർട്ടുകൾ എങ്ങനെയാണ് ABCDE എന്നൊക്കെ പറയുന്നത്? അത് ഇൻപുട്ട് പോർട്ടാണോ ഔട്ട്പുട്ട് പോർട്ടാണോ? ദാറ്റ് ഡിപ്പെൻസ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഒരേ പോർട്ടിനെ തന്നെ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും പ്രോഗ്രാമിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ട്രിസ് എന്ന് പറയുന്ന ചില പ്രത്യേക രജിസ്റ്ററുകളുടെ ഉപയോഗത്തിലാണ് നടക്കുന്നത്. അപ്പൊ അതാണ് പോർട്ടുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊന്ന് ടൈമറുകൾ. T0, T1, T2 3 ടൈമറാണുള്ളത്. ടൈമർ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ പിക്കിനകത്ത് നടക്കുന്ന ചില ഈവൻസിന്റെ ടൈമിംഗ് സീക്വൻസ് ക്രമീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൗണ്ടറുകളായിട്ട് ചില സമയത്ത് പ്രവർത്തിക്കേണ്ടി വരും. അത്തരത്തിൽ 2 രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കൗണ്ടറുകളുണ്ട്. അതിൽ T0യും T2വും രണ്ടും 8 ബിറ്റ് കൗണ്ടറാണ്. T1 എന്ന് പറയുന്നത്, T1 എന്താണ്? 16 ബിറ്റ് കൗണ്ടറാണ്. എന്തായിരുന്നു അതിന്റെ ഉപയോഗം? T1ന്റെ ഉപയോഗം CC1 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാനുണ്ട്. മൊഡ്യൂളുകളാണ്, സ്പെഷ്യൽ മൊഡ്യൂളുകൾ, ക്യാപ്ചർ മൊഡ്യൂളുകളാണ്. പൾസ് വിത്ത് മോഡുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേവ് ഫോം ജനറേഷൻ, അതുപോലെ തന്നെ വേവ് ഫോം മോഡുലേഷൻ, ഇത്തരം ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില കേസിൽ നമുക്ക് വേവ് ഫോംസിന് ജനറേറ്റ് ചെയ്യേണ്ടി വരും. ചില കേസിൽ വരുന്ന വേവ് ഫോമിനെ മോഡുലേറ്റ് ചെയ്ത് വരും. അത്തരത്തിൽ പൾസ് വിത്ത് മോഡുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 പോർട്ടുകളാണ്. പ്രോട്ടോകോളുമായിട്ട്, അത്തരം ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റ പ്രോട്ടോകോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 പോർട്ടുകളാണ് CCP1ഉം CCP2ഉം. പിന്നെ മറ്റൊന്ന് വരുന്നത് SFR ആണ്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകൾ. എന്താണ് രജിസ്റ്ററുകൾ? ഡാറ്റയെ ചില പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില വിവരങ്ങൾ ക്രോഡീകരിച്ച് വെക്കുന്നുള്ള ഡിജിറ്റൽ സംവിധാനമാണ് രജിസ്റ്ററുകൾ. 2 തരം രജിസ്റ്ററുകൾ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇനി പോകുന്നുണ്ട്. എങ്കിലും സൂചിപ്പിക്കാൻ ജനറൽ പർപ്പസ് രജിസ്റ്ററുകളും GPR എന്ന് പറയുന്ന ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾ, അത് നമുക്ക് ഡാറ്റ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൂക്ഷിക്കാം. പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്നത് SFR ആണ്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ. എന്താ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ? മാനുഫാക്ചറിങ് സമയത്ത് തന്നെ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണത്? ബിക്കോസ് അതിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ട ബസ്സുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഹാർഡ്വെയറിൽ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഹാർഡ്വെയറിൽ തന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു യൂസിലേക്ക് നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിന്റെ ഉപയോഗം. ഇനി ഏതാ വരുന്നത്? നമ്മൾ ഡാറ്റയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഡാറ്റ വരുന്നു, പ്രോസസ് ചെയ്യുന്നു നോക്കാം. പക്ഷെ ഏത് ഡാറ്റ വന്നാലും പിക്ക് എന്ന് പറയുന്ന ഭൂതത്തിന് അതിനെ എന്തെങ്കിലും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഷയിലേക്ക് മാറ്റി കൊടുക്കണം. അതിന്റെ ഭാഷ ഏതാണ്? ബൈനറി. നമ്മൾ എഴുതുന്ന കോഡിനെ മുഴുവൻ പിക്കിന് മനസ്സിലാവുന്ന 0ന്റെയും 1ന്റെയും ശ്രേണികളായിട്ട് മാറ്റി കൊടുക്കണം. അതിനുള്ള ADC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ
10 ബിറ്റിനെയാണ് ഒരു അറ്റ് എ ടൈം അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. മൾട്ടി ചാനലാണ്. 8 മുതൽ 10 12 ചാനലുകൾ വരെ ധാരാളം പ്രൊവിഷൻസ് ഉള്ള പിക്കിന്റെ ഓരോ വേർഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് വരും. അത്തരത്തിലുള്ള ഒരു ADC ഉണ്ട്. ഇനിയൊന്ന് കാണുന്നത് ഓസിലേറ്റർ ആണ്. ഓസിലേറ്റർ നമ്മൾ പറഞ്ഞു പിക്കിന്റെ ടൈമിംഗ് സീക്വൻസ്, ഓരോ പ്രവർത്തനങ്ങളും അതിനെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന അതിന്റെ ടൈമിംഗ് വെച്ചിട്ടാണ്. അതിന് വേണ്ട ഇന്റേണൽ പൾസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓസിലേറ്റർ. പിക്കിന്റെ ഫംഗ്ഷനിങ്ങിൽ, എക്സിക്യൂഷനിൽ നമുക്ക് 3 ഓപ്ഷൻസ് പിക്കിന്റെ ഓസിലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് 4 MHz, മറ്റൊന്ന് 8 MHz, മറ്റൊന്ന് 20 MHz. 3 ക്ലോക്ക് സ്പീഡുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്, ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഈ 3 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൽ 20 MHz എന്നാണ് ഏറ്റവും കൂടിയ സ്പീഡ്. 20 MHz ക്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മില്ലി സെക്കൻഡിൽ 5 ഇൻസ്ട്രക്ഷൻസ് വീതം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ടേക്ക് ഓൺലി 0.2 മില്ലി സെക്കൻഡ്സ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. അപ്പൊ അത്തരത്തിലുള്ള ഒരു 3 ഓപ്ഷൻസ് നമുക്ക് ഓസിലേറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് ഇനി മറ്റൊന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഡാറ്റയെ കൊണ്ടുപോകാനും അഡ്രസ്സിലേക്കും എല്ലാം വേണ്ടിയിട്ട് ബസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്, കൺട്രോൾ ബസ്സുകളുണ്ട്. ഇനി സീരിയൽ പോർട്ടുകളിൽ പറഞ്ഞപ്പോൾ SPA നമ്മൾ പറഞ്ഞു, I2C പറഞ്ഞില്ല. I2C എന്ന് പറയുന്നത് IIC, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾക്ക് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വളരെ സ്പീഡി ആയിട്ട്, ഷോർട്ട് ഡിസ്റ്റൻസിൽ സീരിയലായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ബൈഡയറക്ഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ പ്രോട്ടോക്കോളാണ് ഇത് I2C എന്ന് പറയുന്നത്. പിക്കിന്റെ ഒരു പ്രത്യേകതയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട്. എന്തിനെ നമ്മൾ ഈ ഓരോന്ന് പറയുമ്പോഴും ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഫാസ്റ്റ് ഹൈ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് I2C. ഇത്രയൊക്കെയാണ് പിക്കിന്റെ ആർക്കിടെക്ചറുമായിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷണൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കി നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ യുദ്ധത്തിൽ തെർമൽ ഗണ്ണിനെ എങ്ങനെയാണ് പിക്ക് തെർമൽ ഗൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ സൂചന മാത്രം പറയാം. ആ ഒരു രഹസ്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. എന്താണത്? തെർമൽ ഗണ്ണ് നമുക്ക് നേരെ കടന്നു വരുമ്പോൾ, ഇപ്പൊ എവിടെ ചെല്ലുമ്പോഴും അങ്ങനെയാണ്, തോക്ക് ചൂണ്ടിയിട്ട് കാണിക്കുന്നു, നമ്മൾ നെറ്റിനെ നേരെ ചൂണ്ടുന്നു. നെറ്റിന് നേരെ ചൂണ്ടുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ, ബോഡിയുടെ ടെമ്പറേച്ചറിനനുസരിച്ച് തെർമൽ ഇമേജ് അതിനകത്ത് രൂപപ്പെടുന്നുണ്ട്. ഗണ്ണിനകത്തുള്ള സെൻസറുകൾ ഒരു തെർമൽ ഇമേജിനെ രൂപം കൊള്ളുന്നു. ഈ തെർമൽ ഇമേജിൽ നിന്ന് സ്കാൻ ചെയ്തുകൊണ്ട്, തെർമൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഓരോ ടെമ്പറേച്ചറിലും അതിന്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പോയിന്റിൽ ഇൻസിഡന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനനുസരിച്ചുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കും. അപ്പൊ ബ്രൈറ്റ്നസിനെ സ്കാൻ ചെയ്തുകൊണ്ട് ഓരോ പോയിന്റിലും ടെമ്പറേച്ചറിനെ ഒരു ഇന്ററപ്റ്റ് ആയിട്ട്, ഒരു ഇൻഫർമേഷൻ ആയിട്ട്, ഡാറ്റ ആയിട്ട് ഇതിലേക്ക് കൊടുക്കുന്നു, പിക് മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. പിക് മൈക്രോ കൺട്രോളർ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നു. ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി അതിനെ കൺസോളിഡേറ്റ് ചെയ്യുന്നു. അതിന്റെ മെമ്മറിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ചില ഡാറ്റ, പ്രോഗ്രാം മെമ്മറിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ ക്രമമായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നു. പ്രോസസ് ചെയ്തിട്ട് പറയുന്നത് യെസ് ദിസ് ഇസ് എ ടെമ്പറേച്ചർ, ഇത്രയാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് അതിന്റെ ഔട്ട്പുട്ട് പോർട്ടിലേക്ക്, ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്നു. 37 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ 38 ഡിഗ്രി എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നു, പറയുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനെ വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അവിടെയാണ് പിക്ക് എന്ന് പറയുന്ന മാന്ത്രികന്റെ അല്ലെങ്കിൽ ഭൂതത്തിന്റെ ഏറ്റവും വലിയ ഫീച്ചർ. അതിന്റെ 0.1 ഡിഗ്രി ഫാരൻഹീറ്റ് വേരിയേഷൻ പോലും സെൻസ് ചെയ്ത് വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പിക്ക് നമ്മളെ ചതിക്കില്ല. പിക്ക് ചതിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, കോവിഡ് ചതിക്കില്ല എന്ന് പറഞ്ഞില്ല. കാരണം കോവിഡിലുള്ള എല്ലാ കേസിലും ടെമ്പറേച്ചർ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഞാൻ ഗണ്ണിന്റെ മുന്നിൽ നോക്കിയതാണല്ലോ, അപ്പൊ ഇയാളെ പിടിക്കാൻ പറ്റില്ലല്ലോ, കോവിഡ് ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് ഈസ് നോട്ട് ദ ഫോൾട്ട് ഓഫ് പിക്ക്, അത് കോവിഡിന്റെ ഫോൾട്ടാണ്. കോവിഡ് ലക്ഷണങ്ങൾ കാണിക്കാതെയാണ് വന്നത്, മറഞ്ഞിരുന്നുകൊണ്ടാണ് വന്നത്. ദാറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. അവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന മറ്റൊരു മെക്കാനിസം ഉണ്ട്. അത്തരം കേസുകൾ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് എന്ത് ജാഗ്രത വേണം. എങ്ങനെ ജാഗ്രത? അറ്റമൈസർ. ഇപ്പൊ നമുക്കറിയാം, സാധാരണ അറ്റമൈസറിന് സാനിറ്റൈസർ, പുതിയ ആഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സാനിറ്റൈസറിന്റെ പുതിയ വേർഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് ഒന്നെന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയും ടച്ച് ചെയ്യാതെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് തരുന്ന മെക്കാനിസം. അവിടെയും മറഞ്ഞിരുന്ന് ഈ പണി ചെയ്യുന്നത് ആരാണ്? പിക്ക് തന്നെയാണ്. ഇങ്ങനെ തൊട്ടതിനും മിണ്ടിയതിലും പറഞ്ഞതിലും ഒക്കെ
നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ് ഈ ഭൂതം. പക്ഷെ ഈ യുദ്ധം ഒരിക്കലും ആർക്കും എതിരായിട്ടല്ല, ആരെയും നശിപ്പിക്കാനല്ല, എല്ലാവരെയും നിലനിർത്തുന്നതിനും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ആ സ്നേഹത്തിന്റെ യുദ്ധത്തിൽ നമുക്ക് ഒപ്പം നിൽക്കാം, ജാഗ്രത പാലിക്കാം, കോവിഡിനെ പ്രതിരോധിക്കാം. We shall see in the next video. Till then, bye.